ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇടുക്കി വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി കാണാൻ വേണ്ടി പോകുന്ന സെക്കൻഡ് പാർട്ടാണ്. രാവിലെ എഴുന്നേറ്റിട്ട് അവിടെയൊക്കെ നടന്ന് കാണുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു രാവിലത്തെ വൈബ്. രാവിലത്തെ എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ഒന്നും അല്ല, അറൗണ്ട് 10-10:30 ആയിട്ടുണ്ട്. എങ്കിൽ പോലും അവിടുത്തെ ഒരു ഫ്രഷ്നെസ്സും ഒരു വ്യൂ ഒക്കെ കിട്ടില്ലായിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. രാവിലെ ഒരു മോർണിംഗ് വാക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെ കാറ്റ് കൊണ്ടുപോകുന്നൊരവസ്ഥ. നല്ല കാറ്റ്, എക്സ്ട്രീം കാറ്റ് പറക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് റെഡിയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അത്രയും കാറ്റ് രാജി പറക്കുന്നുണ്ട്. അയ്യോ, ഇതാണ് നമ്മളുടെ സ്പോട്ട്. അതിൻ്റെ കിച്ചൺ ആ ഒരു ടോപ്പ് ഏരിയ ആണിത്. താഴോട്ടാണ് ടെൻറ്റ് വരുന്നത്. ഈ കിടക്കുന്ന റാണിയാണ്. റാണി നല്ല ഉറക്കത്തില്ല. ഇതിന് ചെറിയൊരു ഫാമുണ്ട്. താഴോട്ടാണ് ടെൻറ്റൊക്കെ വരുന്നത്. നമ്മളൊരു കട്ടൻ ചായയൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ടിങ്ങനെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു. ശരിക്കും സമയം 11 മണിയോളം ആയി. ഞങ്ങൾക്ക് പക്ഷേ രാവിലെ എഴുന്നേറ്റൊരു മൂഡില്ല അല്ലേ പാപ്പി? രാവിലെ എഴുന്നേറ്റൊരു ഫീലില്ല. 11 മണിയായി. അവിടെ ഇസാൻ മമ്മിയുടെ അടുത്ത് ഇച്ചിരി നിർബന്ധമായിട്ട് നിൽക്കുക. റാണിക്കുട്ടി ഇപ്പോഴും ഉറക്കത്തിലാണ്. വാവ എന്ത് റാണിയുടെ വെയിലുള്ളം പോയേക്കുക. അങ്ങനെ ജാച്ചൻ ഇവിടെ കാറിൽ ചെറിയ ക്ലീനിങ് പരിപാടിയായിട്ട് ഇരിക്കുന്നു. അജിൻ കുളിക്കാൻ പോകുന്നു. അങ്ങനെ എല്ലാവരും ഓരോ പരിപാടിയിൽ തിരക്കിലാണ്. അപ്പോൾ കട്ടറെ കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഇനി എന്താ പ്ലാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും സെറ്റ് ചെയ്യണം, പിന്നെ നമുക്കത് കഴിക്കണം. അതിനുശേഷം ഉച്ചയാകുമ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കിച്ചണിൽ എന്തെങ്കിലും ഒന്ന് ആക്കണം. ചപ്പാത്തി വാങ്ങിയതിരിപ്പുണ്ട്, അപ്പോൾ ഒരു കറി പോലെ ആക്കണം. അതൊക്കെ വിചാരിക്കുന്നു. ഇപ്പോൾ കട്ടൻ കുടിച്ചിരിക്കുന്നു. ഒരു 7 മണിയുടെ ഫീലേ കിട്ടുന്നുള്ളൂ. നല്ല സമയമായിട്ടുണ്ട്. അങ്ങനെ ഇപ്പം എന്താ, നീ കിച്ചണിൽ കയറാൻ നേരം കാണിക്കാം. കട്ടൻ ഫിറ്റ് ചെയ്യട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കിടിലൻ ചിക്കൻ കറിയായിരുന്നു. അജിയുടെ സ്പെഷ്യൽ റെസിപ്പി ആയിരുന്നു. അപ്പോൾ അത് മതി, ഇനി വേറെ കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചാച്ചനും അജിയും കൂടെയാണ് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ജോളിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ ജന്നപ്പേരി വന്ന് മണപ്പിക്കുന്നു. ഇതാ വരുന്നു. എനിക്ക് പേടിയാ. ഞാൻ പോവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ജമുനപ്പേരി പോയി കേട്ടോ. ഇപ്പം എല്ലാവരും പോകാനുള്ള ഒരു ധൃതിയിലാണ്. ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഞാനിവിടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുത്തുകൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ലാഗ് ഉണ്ട്. ജാച്ചിന് ഇടയ്ക്കൂടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരുപാട് ലാഗാവാതെ വേഗം ഒരുങ്ങിക്കോ, താഴെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങണമെന്ന്. അപ്പം ഞാൻ പോയി റെഡി ആവട്ടെ. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇസക്കുട്ടി ഹായ് പറഞ്ഞേ. ഞാൻ ഇസക്കുട്ടിയുടെ ഇവിടെ നടക്കുവാണ്. പോകാൻ വേണ്ടി ഇറങ്ങി റെഡിയായി. ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഇസക്കുട്ടി മേക്കപ്പ് ഇട്ട് കണ്ടോ, ചിരിച്ചടിച്ച് മണി താഴോട്ട് നടക്കുകയാണ്. അവരൊക്കെ താഴെ ഫോട്ടോ എടുക്കും. ഞാൻ ഇസാനും പറഞ്ഞ് നമുക്ക് താഴെ പോവാം. അതാ മമ്മിയോട് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കും. നമുക്ക് പോവാം. ഒന്ന് കാറ്റടിക്കുന്നോ? നമ്മുടെ സ്പോട്ടിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഇങ്ങനെ താഴ്വരയുണ്ട്. അടിപൊളിയുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ അവിടെ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. മഴയടിക്കുന്നോ? കാറ്റടിക്കും സാനേ. നല്ല കാറ്റുണ്ട്. അവരൊക്കെ താഴെ താഴ്വരയാണ് ഇവിടെ. അടിപൊളിയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് താഴോട്ട് പോവാം. ഞങ്ങൾ താഴോട്ട് വന്ന് അടിപൊളി വ്യൂ ആണ്. കാറ്റടിച്ചിട്ട് ഫുൾ ഡ്രസ്സ് പറക്കാണ്. അത് ഭയങ്കര ഒരു വ്യൂ കിട്ടി. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത്. അവരൊക്കെ താഴെയുണ്ട്. അടിപൊളിയാണ്. ഈ ഗ്രീൻ വൈബ് കിടന്നിട്ട് മൗണ്ടൻ കാണുമ്പോഴത്തേക്ക് കിട്ടില്ല വ്യൂ. ബാക്കിൽ കാറ്റടിപ്പാടൊക്കെ ഉണ്ട്. ഹെവൻ എന്നൊക്കെ പറയാം. അയ്യോ,
മുടിയൊക്കെ പറക്കുന്ന കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം എല്ലാം കാറ്റാണ്. അയ്യോ, ഇറങ്ങാൻ ഭയങ്കര സിമ്പിളല്ല, കയറിയപ്പോൾ ഭയങ്കര അങ്ങനെ നമ്മൾ ബായ് പറഞ്ഞിരുന്നതാണ്. അടുത്ത വട്ടം കാണാം. അത് ഇസാനെ കാണിക്കണോ? ബായ് പരിസാൻ, ബായ്. നമ്മൾ ഇറങ്ങട്ടെ, ഇനി പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ. അങ്ങനെ എക്കോമോഗിലൂടെ ബായൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. പോകുന്ന വഴി കുറച്ചൊരു ഓഫ് റോഡ് ഡ്രൈവാണ്, അതാണ് ഇത്രയും കുലുക്കം വരുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസാൻ്റെ പുതിയ ലോലിപോപ്പ് ഹൗ ടു ഓപ്പൺ ആൻഡ് ക്ലോസ് എന്നുള്ളത് ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. എനിവേയ്സ്, ഈ വ്യൂവിനോട് ബായ് പറഞ്ഞ് എപ്പോൾ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഇമോഷണലായിരിക്കും. അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ എപ്പോഴെങ്കിലും ഇതിൻ്റെ സ്റ്റോറി പറയുന്നതായിരിക്കും. ഈ സമയം കിടക്കില്ല, നമുക്ക് പറയാം. ഞങ്ങൾ അങ്ങനെ കമ്പം തേഞ്ഞ് റൂട്ടിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം റോഡെല്ലാം തന്നെ 6 ആഗ് പോലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വൺസ് ഓരോ 6 ആഗ് ഇറങ്ങി വരുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഫൈനൽ വ്യൂ പോയിന്റ് അടിപൊളി എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങളങ്ങനെ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. നമ്മളതിൻ്റെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം നമുക്കിനി ഉള്ളോട്ട് പോവാം. ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ നൈസാണ്. നമുക്ക് ഫ്രഷായിട്ട് മറ്റേ മുന്തിരി ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് എല്ലാവരും ബാക്കിലുണ്ട്. നമുക്കിനി മുന്തിരിത്തോട്ടത്തിൽ പോകാം. വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു. സാധാരണ ഇത് ഭയങ്കര തിരക്കാണ് വരുന്നത്. ഇന്ന് വലിയ തിരക്കില്ല. എൻട്രൻസ് ഇതാണ്. നമ്മൾ എൻട്രൻസ് വഴി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പരുവത്തിൽ നിൽക്കുന്ന മുന്തിരി കാണാം. ഞാൻ കാണിച്ചു തരാം. കുഞ്ഞായിട്ട് നിൽക്കുന്നുണ്ട്, വലുതാവുന്നുണ്ട്. ഓരോ തരത്തിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇല്ല അതിൻ്റെ. കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ ആയി വരുന്നതാണ്. നമ്മളിങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ ഈ സൈഡിൽ ഫുള്ളിങ്ങനെ ആയി വരുന്ന ഗ്രേപ്സാണ്. നല്ല പച്ച കുഞ്ഞു മുന്തിരി. നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ പഴുത്ത് നിൽക്കുന്നിടത്തോട്ടാണ് നമ്മളെ എൻട്രി ചെയ്യുന്നത്. ഇവിടെ എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, എല്ലാം ഫ്രീ ആണ്. അപ്പം നമ്മളങ്ങനെ ഇതിനുള്ളിൽ വന്നു. ഇവിടെ പക്ഷേ മുന്തിരി പറിച്ചുകൂടാന്നുള്ള സ്ട്രിക്റ്റ് നിയമമുണ്ട്. ഫ്രഷ് ഗാർഡൻ ഗ്രേപ്സ്. വെൽക്കം ടു MSR ഗ്രേപ്പ് ഗാർഡൻ. ഒരുപാട് നീളത്തിലുണ്ട്. നമ്മൾ വിചാരിക്കും കുറച്ചേ ഉള്ളൂ, ഫുൾ ഗ്രേപ്സാണ്. നമ്മൾ നടന്നു പോകുന്നേക്ക് ഇതിന് എടുത്തുകൂടാണ്. കണ്ട ഗ്രേപ്പ് ഇവിടെ എല്ലാം ആയി വരുന്ന ടൈപ്പാണ്. അവിടെ കുറേ എടുത്ത് കൾട്ടിവേഷൻ എല്ലാം കഴിഞ്ഞതുണ്ട്. ഇപ്പം നമ്മൾ നേരെയാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ ഫ്രഷായിട്ട് ഗ്രേപ്പ് പറിച്ച് അവർ ജ്യൂസൊക്കെ അടിച്ച് തരും. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. ബേബി മുന്തിരി കണ്ടോ? ബാ നമുക്ക് പോവാം. ആ മുന്തിരി കണ്ടോ? അവിടെ ഇത് ബേബി മുന്തിരിയാ. പൂ വന്ന് ബേബി മുന്തിരി ആയി വരും. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതെല്ലാം കുഞ്ഞു മുന്തിരി ചെടികളാണ്. നമ്മൾ നേരെ പോകുമ്പോൾ പഴുത്ത് അങ്ങോട്ട് വയ്ക്കാണ്ട് പഴുത്ത് കിടക്കുന്നുണ്ടോ? കണ്ടോ? അതുപോലെ വലുത് കണ്ടോ കൊച്ച്? കാട്ടിനകത്തുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഗ്രേപ്സ് ഒക്കെ കാണാട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇസാന് കാണിച്ചു കൊടുക്കായിരുന്നു. ഒരു സൈഡ് ഫുൾ ഇങ്ങനെ ബേബി മുന്തിരിങ്ങ ആയി വരുന്നൊരു സ്റ്റേജായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. കുഞ്ഞു കുഞ്ഞു മുന്തിരിങ്ങ ഇങ്ങനെ ആയി വരുന്നില്ല, ആ ഒരു സ്റ്റേജിലായിരുന്നു. ഞങ്ങൾ എത്തിയ സമയം വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഇപ്പം ഞാനും ഇസാനും നമുക്ക് എൻട്രി ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇതിൽ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ 500 rupees നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. ഫ്രഷായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും തൊടാൻ. ഇസാൻ തൊടണോ? പിച്ചരുത്. തൊടണോ? അടുത്ത് കണ്ടോ കൊച്ച്? മുന്നോട്ട് നോക്കി, അടുത്തോട്ട് നോക്കി കൊച്ച്. ഓക്കെ. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ സമയമാണ്. ഞങ്ങളെല്ലാവരും മാറി മാറി കുറേ നല്ല ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തീരെ തിരക്കില്ലായിരുന്നു. ലാസ്റ്റ് ടൈമൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളെടുത്ത ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മുന്തിരിക്കൊലകളെക്കാട്ടി കൂടുതൽ ആൾക്കാരായിരുന്നു. പക്ഷേ ഈ വട്ടം കുറേ അടിപൊളി ഫോട്ടോസ് കിട്ടി. മിസ്റ്റർ പാപ്പിയാണ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ജാച്ചനാണ് വീഡിയോയ്ക്ക് പിന്നിൽ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും റോഡ് ട്രിപ്പിലൊക്കെ ഉള്ളൊരു സന്തോഷമുള്ള കാര്യം, ഒരുപാട് നല്ല മെമ്മറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ. അങ്ങനെ കുറേ നല്ല മെമ്മറിയാണ് ഇപ്പോൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇസാനൊന്ന് ഡള്ളായപ്പോൾ ഇസാനെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ശ്രമം അത്രത്തോളം ഏറ്റില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇസുവിൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളങ്ങനെ ഇവിടെ എല്ലാം നടന്ന് കണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനെ കുറേ മുന്തിരി നിൽക്കുന്ന കാണാൻ.
ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അവർ ഞാൻ ഇപ്പോഴും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറേ നല്ല ഫോട്ടോസും എടുത്ത് ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഫ്രണ്ടിൽ നല്ല ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടും, മുന്തിരിയുടെ ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസ്. അപ്പം നമ്മളിങ്ങനെ ജ്യൂസ് കുടിക്കാൻ പോവാം. ഇവിടുന്ന് ഗ്രേപ്സ് നമ്മൾ പിച്ചുവാണെങ്കിൽ 500 rupees ഫൈനാണ്. ക്ലീൻ ചെയ്ത് വാങ്ങിച്ചാന്നോ? ഇവിടുത്തെ ക്ലീൻ ചെയ്ത് വാങ്ങിച്ച ഗ്രേപ്പ് കഴിച്ചു നോക്കാം. ഇവിടുന്ന് ക്ലീൻ ചെയ്ത് ഒരു ഗ്രേപ്പ് വാങ്ങിച്ച് കഴിച്ചു നോക്കാം. നല്ല മധുരം. ഇസാൻ വേണോ ചുമ്മാ അല്ല, നല്ല മധുരം അല്ലയോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും ദൂരത്തോളം ഇതേ ഗ്രേപ്സാ. എന്തോരം നീളത്തിലുണ്ടെന്ന് അറിയോ? ഫുൾ ഏരിയ, എത്രയോ ഏക്കേഴ്സിലിട്ടേക്കുന്നത്. അതിൻ്റെ കുറച്ചൊരു ഭാഗം നമുക്കിങ്ങനെ കാണാനായിട്ട് അവർ ഓപ്പൺ ചെയ്തേക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം, ഒരു വൈബുണ്ട്. നമ്മൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അവരവിടെ ജ്യൂസ് എടുക്കുന്നു. ജ്യൂസ് എടുക്കാൻ പോയപ്പോൾ അതിനകത്ത് 2 എണ്ണം എടുത്തത് കഴിക്കാനായിട്ട്. നല്ല സ്വീറ്റ് ഗ്രേപ്സ്. നമ്മുടെ ജ്യൂസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസ് കുടിക്കാം. ഗ്രേപ്പ് ഫാമിൽ നിന്ന് ഗ്രേപ്പ് ജ്യൂസ്. വൈബുണ്ട്. മുന്തിരിക്ക് നല്ല മധുരം ആയതുകൊണ്ട് തന്നെ നല്ല മധുരമായിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്വീറ്റാണ്, സുഖമുണ്ട്. ഉണ്ട് ഗൈസ്. ഇസാൻ കൊള്ളാവോ? ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ കറക്റ്റ്. ആ നിറം കണ്ടോ? അടിപൊളി. ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് വൈനൊക്കെ വാങ്ങിച്ചു. ഇവിടെ ഒരാൾ തൊപ്പിയൊക്കെ വാങ്ങിച്ചു. വെച്ചാണ് ചെടി തൊപ്പിയൊക്കെ വീക്ക്നെസ് ആണ് കുട്ടിക്ക്. ഇസാൻ കൂടെ തൊപ്പിന്ന് വെച്ച് കാണിച്ചേ. സുന്ദരിയാന്ന് നോക്കട്ടെ. ഓ സുന്ദരി മണി. അങ്ങനെ ഇവിടുന്ന് വൈനൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങുവാണ്. അജിൻ കാറിലുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഇങ്ങോട്ടാക്കട്ടെ. ലാസ്റ്റ് റൗണ്ട് ആണ്. പോകുന്ന വഴി ത്രൂ ഔട്ട് ഫുൾ മുന്തിരിപ്പാടങ്ങൾ നമുക്ക് കാണാം. 2 സൈഡിലും കാണാം. ശരിക്കും ഈ ഒരു ഫ്രെയിം ഒക്കെ കാണുമ്പോൾ ഒരു പടം വരച്ചു വെച്ചൊരു ഫീല് തോന്നുന്നില്ലേ? എന്ത് സൗന്ദര്യമാണ് നമ്മുടെ ഒരു പ്രകൃതിക്ക് എന്നൊക്കെ ഉള്ളൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മൈൻഡിനൊരു ഗുഡ് ഫീലാണ്. എപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചകളല്ലോ, ത്രൂ ഔട്ട് ബിൽഡിംഗ് ഒക്കെ കണ്ടുമടുത്തിട്ട് വല്ലപ്പോഴും ഇങ്ങനെ കൃഷിയിടങ്ങളും അങ്ങനെയൊക്കെ കാണുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം തന്നെ വേറെയാണ്. ശരിക്കും നമ്മുടെ നേച്ചറിൻ്റെ ആ ഒരു ഗുഡ് ഫീലാണ് നമ്മുടെ മനസ്സിലോട്ടൊക്കെ കയറുന്നത്. ആ ഒരു ഗ്രീൻ കളറിന് എത്രത്തോളം നമ്മളുടെ മൈൻഡിനെ പീസ്ഫുൾ ആക്കാനും ഹാപ്പിനെസ് നിറയ്ക്കാനും പറ്റുന്നുള്ളൊരു എക്സാമ്പിളാണ് ഇങ്ങനത്തുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗുഡ് ഫീല്. ബൈ ദ വേ, നിങ്ങളിപ്പോൾ കണ്ടത് പെൻസ്റ്റോക്ക് പൈപ്പുകളാണ്. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം താഴോട്ട് കൊണ്ടുവരുന്ന പൈപ്പുകൾ. പോകുന്ന വഴിക്ക് ചിന്ന ചിന്ന കോവിലുകൾ നമുക്ക് കാണാം. പ്രാർത്ഥിക്കുന്ന ഇടങ്ങൾ പോലെ ചെറിയ രീതിയിലുള്ള കോവിലുകൾ കാണാം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടോ. എനിക്ക് ഈ ഹൈറ്റ് കൂടുന്തോറും കാലിൽ ആ ഒരു മരവിപ്പോ ഒരു പെരുപ്പോ അങ്ങനെ ഒരു ഫീല് വരും. ഓരോ വളവ് കഴിയുമ്പോൾ. ഈ വളവെന്ന് പറയുമ്പോൾ ചെറിയ വളവായിട്ടൊന്നും ആരും ചിന്തിക്കുക പോലും ചെയ്യില്ല. 6 ആഗ് പോലാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ നമുക്ക് ത്രൂ ഔട്ട് കാണാം കേട്ടോ. നമ്മളിങ്ങനെ ഓരോ വളവ് കഴിഞ്ഞ് പോകുമ്പോഴും ആ വണ്ടി പോകുന്ന ഒരു വളവൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിരിക്കും എത്രയും വലിയ കേവാണെന്ന്. ഈ വളവ് തങ്കത്തിങ്കൾ തേറിയേറി ഏതോ മഴ എന്റെ വെള്ളം ഒരുക്കുന്നു. എനിക്ക് മറ്റേ റൈഡിൽ കയറിയ ഫീലൊക്കെ വരുന്നു ഇടയ്ക്ക് കൂടെ. പഴംപൊരിയും കഴിച്ചെന്ന് പാട്ട് പാടുന്നു. നമ്മളങ്ങനെ കുമളി ടൗണിൽ കുറച്ച് സ്പൈസസ് വാങ്ങിക്കാൻ വേണ്ടി കയറി. കുറേ ഷോപ്സ് ഉണ്ട്. എവിടെയെങ്കിലും കയറി നമുക്ക് തേയിലയും സ്പൈസസും ഒക്കെ നോക്കാം. ഗ്രാനുൾസ് ഉള്ള വേണ്ട കേട്ടോ. ഗ്രാനുൾസ് ഉള്ളതാ വേണ്ട. ഇതാണ് ഇതാ വേണ്ടത്. ഇതാണ് ഈ BOP എന്ന് പറയുന്നത്. ഇത് നല്ല കടുപ്പമുള്ളതാണോ? ജാതിക്ക, ഗ്രാമ്പൂ, സ്റ്റാർ, പട്ട, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കാന്താരി ഉണങ്ങിയതൊക്കെ
ഇത്രയും വെറൈറ്റീസ് ഓഫ് തേയില. ഇതൊക്കെ നല്ല കടുപ്പുള്ളയാണോ? കടുപ്പുള്ളയാണോ? ഈ തേയിലൊക്കെ ടേസ്റ്റ് വരുന്നത്. ഇത് വേണ്ട, പൊടി വേണ്ട. പിന്നെ നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട്, ഈ തേയില നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 100 ഗ്രാമിന്റെ പാക്കറ്റാണ്, 50 ഗ്രാം എങ്ങനെയാണെങ്കിലും എടുക്കാം. ജാതിപത്രി ചെറിയ പാക്കറ്റായിട്ടുണ്ട്. നല്ല മണം. നമ്മളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പട്ട, ഏലക്ക, തേയിലയുണ്ട്, ഗ്രാമ്പൂ. ചെറിയ പാക്കറ്റ് ഉണ്ടോ ഗ്രാമ്പൂന്റെ? ഗ്രാമ്പൂ ഇത്രയും വേണ്ട, ചെറിയ പാക്കറ്റ് മതി ഗ്രാമ്പൂന്റെ. ഇത് മതി. പട്ട ഇത്രയും വേണോ? ഈ അതേ ഉള്ളോ? എടുക്കല്ലോ. താങ്ക് യു ചേട്ടാ. നമ്മളങ്ങനെ എല്ലാം വാങ്ങിച്ച് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഈവനിങ് കുറേ നല്ല തേയിലപ്പാടങ്ങളുടെ നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ആയിരുന്നു രണ്ട് സൈഡിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഗ്രീൻ കളറിന് എത്രത്തോളം നമ്മളുടെ മൈൻഡിൽ ഗുഡ് ഫീൽ നിറയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. കോട്ടയം കാണാൻ വയ്യാടേ. നല്ല കോട, നല്ല കോട. ഒന്നും കാണുന്നില്ല. ഈ പുറത്ത് തണുപ്പ് നമുക്ക് ചിലപ്പോ അകത്തിരുന്നാലും അറിയാൻ പറ്റും. AC ഇട്ടാലും ഒരു ഫീല് വരും. അവിടെ നോക്കടേ, ഫ്രണ്ടിലോട്ട് നോക്കടേ. ലെഫ്റ്റ് ലെഫ്റ്റ് തണുപ്പ് കൂടുകൂടാ. അപ്പം പുറത്തെ തണുപ്പ് ഇതുമായിട്ട് ചെയ്യുമല്ലോ, അതാ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചൂടാണെ ചൂട് ഇതല്ല വരുന്നത്. ഞങ്ങളങ്ങനെ കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനം എത്തിയിട്ട് പറയാതെ വേണമെങ്കിൽ ഈ വീഡിയോ കാണിക്കുമ്പോൾ എത്തിയെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. കാരണം കുട്ടിക്കാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കോട മൂടിക്കിടക്കുന്നൊരു സ്ഥലമാണല്ലോ. രാവിലത്തെയും വൈകുന്നേരത്തെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പകൽ അത്രയും ഇല്ലെങ്കിൽ പോലും ഈ ഈവനിങ് മോർണിംഗ് ടൈമിൽ അത്യാവശ്യം നല്ല കോടയായിരിക്കും. വ്യൂ ഒക്കെ കുറച്ച്, അതായത് കാഴ്ച, വ്യൂ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കാഴ്ച കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ വെട്ടമായിരിക്കും ചിലപ്പോൾ നമുക്ക് റോഡൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത്രയ്ക്കും കോട കയറിയൊക്കെ മറിയും. ഞങ്ങൾ കുറച്ച് നേരം ആ കോടയൊക്കെ കണ്ട് അവിടെയൊക്കെ നടന്ന ശേഷം കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇറങ്ങി തണുപ്പൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ എല്ലാവരും തിരിച്ച് വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ്. അതിനാണ് ഇസുവിൻ്റെ ആ ഒരു ബബിളാക്കുന്ന സംഭവം എടുത്തിട്ട് ഫുൾ ഇങ്ങനെ ബബിളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ കോടയ്ക്കകത്ത് ആ ബബിൾ ഇങ്ങനെ പറക്കുന്ന കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു. പാപ്പിയാണെ മരിച്ചു കിടന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തണുപ്പത്ത് എങ്ങനെയാണ് അവന് ഇത്രയും ഡെഡിക്കേഷൻ വരുന്നത് അറിയില്ല. നമ്മളങ്ങനെ ജംഗ്ഷനിൽ തന്നെയുള്ള തേയില എന്നുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. ഇതിന് മുമ്പ് പല വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫിൽട്ടർ കോഫിയൊക്കെ ഒരു രക്ഷയില്ല, കിടിലോ കേട്ടോ. ഇവിടുത്തെ കോഫി ആണെങ്കിലും ടീ ആണെങ്കിലും അല്ല ഇവരുടെ തന്നെ എസ്റ്റേറ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട്. കഴിക്കുമ്പോഴായാലും നമുക്കത് ഫീൽ ചെയ്യും. ഞങ്ങളൊന്ന് ഫ്രഷ് ആയി, അതിൻ്റെ എനർജിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് പോയി കോഫി കുടിക്കാം. ഗായ്സ് കുടിച്ചു കഴിഞ്ഞോ? കൊണ്ടുവരുമോ? വേണ്ടി വരുമോ? ഗ്ലാസ്സിലോ? സ്റ്റിൽ അവിടെ എത്രത്തോളം കോടയുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ ഇതിന് മുമ്പും ഈ തേയില എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ ഞാനും അജിനും പറയുന്നൊരു കാര്യമായിരുന്നു. വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു റെസ്റ്റോറൻറ്റ് ചുറ്റും കോട ഇല്ലാത്തതായിട്ട് കാണുന്നത്. യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം കണ്ട വ്യൂ പോയിന്റ് ആയിരുന്നു. അതേ പോയിന്റ് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പം വലിയ തിരക്കൊന്നുമില്ല,
നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് വളഞ്ഞെങ്ങാനം, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ്. അത്യാവശ്യം കോടയൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു. വെള്ളം വീഴുന്ന ഫോഴ്സ് നോക്കണേ, നല്ല ഫോഴ്സിലാ വീഴുന്നില്ലയോ വെള്ളം നല്ല ഫോഴ്സിലാ വീഴുന്നത്. ഫേസിലോട്ട് ഇങ്ങനെ അടിച്ചു കയറും. അയ്യോ, ഞങ്ങൾ അത്യാവശ്യം 5 മിനിറ്റ് നിന്നില്ല, മുഖം കണ്ടോ ഫുൾ നനഞ്ഞു. അപ്പം നമ്മൾ ഈ വ്യൂവിനോട് ബായ് പറഞ്ഞ് പോവുകയാണ്. കമാൺ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അജിൻ നേരിട്ട് നല്ല ദോശയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പം നമ്മൾ ദോശ കഴിക്കുമ്പോൾ അവിടെ ഓംലെറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദോശ മുട്ടയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. 2 പേര് കാറിലിരുന്നാണ് കഴിക്കുന്നത്. നമുക്കിനി കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അടൂരിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അടൂർ നൈറ്റ് മാത്രം കുറേ തട്ടുകടകൾ ഓപ്പൺ ആവുമല്ലോ. ഗാന്ധിജിയുടെ പ്രതിമയുണ്ടല്ലോ ആ സിഗ്നലിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത്. ആ എടുത്തെടുത്ത് ബാഗിലുണ്ട്. നനയുന്നു.